കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജനാധിപത്യ ബോധത്തെ പോലും വെല്ലുവിളിക്കുന്ന അതിശയിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ CPM-ൽ നിന്നും പുറത്തുവരുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPM-നേറ്റത് വെറുമൊരു പരാജയമല്ല, അടിത്തറ ഇളകിയ അടിതെറ്റലായിരുന്നു. ചരിത്രത്തിലില്ലാത്ത വിധം ജനങ്ങൾ ചെങ്കൊടിയെ കൈവിട്ട പശ്ചാത്തലത്തിൽ താഴെത്തട്ടിലുള്ള പാവം പാർട്ടി അണികൾ വിചാരിച്ചു ഇനിയെങ്കിലും മുകളിലിരിക്കുന്ന നേതാക്കൾക്ക് ബോധമുദിക്കുമെന്നും ജനവിരുദ്ധ നയങ്ങൾ തിരുത്തി അഹങ്കാരം മാറ്റിവെക്കുമെന്നും. അതിനായി ബ്രാഞ്ച് കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലും സഖാക്കൾ വലിയ തോതിൽ ആത്മവിമർശനം നടത്തുകയും നേതൃത്വത്തിന്റെ ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയാണ് പാർട്ടിയെ ഈ പരുവത്തിലാക്കിയതെന്ന് പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്തു. വിപ്ലവ പ്രസ്ഥാനത്തിൽ ഒരു വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്നും പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഈ നേതാക്കൾ കസേര ഒഴിഞ്ഞു തരുമെന്നും പാവം സഖാക്കൾ കൊതിച്ചിരുന്ന ഇടത്തേക്കാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇടുത്തി പോലെയൊരു പ്രസ്താവനയുമായി എത്തിയിരിക്കുന്നത്. തന്നെയോ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ മാറ്റാമെന്നത് വെറും വ്യാമോഹം മാത്രമാണെന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും തിരുവനന്തപുരം മേഖലാ റിപ്പോർട്ടിംഗിൽ ഗോവിന്ദൻ സഖാവ് തുറന്നടിക്കുമ്പോൾ അത് താഴെത്തട്ടിലുള്ള അണികളുടെ വികാരത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒന്നായി മാറുകയാണ്. എല്ലാവരെയും മാറ്റിയിട്ട് പിന്നെ അവിടെ ആര് വെക്കാനാണ് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ലക്ഷക്കണക്കിന് അണികളുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഈ രണ്ട് പേരൊഴിച്ചാൽ വേറെ ആളില്ലേ എന്ന വിചിത്രമായ ചിന്തയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാർട്ടിയിൽ ഇനിയൊരു നേതൃമാറ്റമോ അഴിച്ചുപണിയോ ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നതിലൂടെ തിരുത്തൽ പ്രക്രിയ എന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറുമൊരു നാടകം മാത്രമായിരുന്നു എന്ന് തെളിയുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ CPM-ന്റെ തലപ്പത്ത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് കനത്ത തോൽവിക്ക് ശേഷവും നേതൃത്വത്തിന് ഈ കടുംപിടുത്തമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വർഷങ്ങളായി ഇവർ ക്ലാസുകളിലൊക്കെ തൊണ്ട പൊട്ടി പാടി പഠിപ്പിക്കുന്ന ജനാധിപത്യ കേന്ദ്രീകരണം എന്ന കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വത്തിൽ നിന്നും ജനാധിപത്യം പൂർണ്ണമായും പടിയടച്ച് പിണ്ടം വെക്കപ്പെടുകയും ഇപ്പോൾ അവിടെ വെറും കേന്ദ്രീകരണം മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മുകളിലിരിക്കുന്ന രണ്ടു പേർ തീരുമാനിക്കുകയും താഴെയുള്ള ലക്ഷക്കണക്കിന് അണികൾ അത് കേട്ട് റോബോട്ടുകളെ പോലെ കൈയടിക്കുകയും വേണമെന്ന ഈ ശൈലി പാർട്ടിയെ പൂർണ്ണമായും ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വ്യക്തിപൂജയ്ക്കെതിരെ ക്ലാസ് എടുക്കുന്ന പാർട്ടി സെക്രട്ടറി തന്നെ അതിനെ പരസ്യമായി ന്യായീകരിക്കുന്ന വിരോധാഭാസത്തിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തെറ്റുകൾ മുഴുവൻ ചെയ്തത് താഴെയുള്ള പാവം സഖാക്കളാണെന്നും മുകളിലിരിക്കുന്ന വലിയ നേതാക്കൾക്ക് ഇതൊന്നും ബാധകമല്ലെന്നുമുള്ള ഇരട്ടത്താപ്പാണ് ഇവിടെ വ്യക്തമാകുന്നത്. പാർട്ടിക്ക് ചരിത്രപരമായി തിരിച്ചടി നൽകിയ ഭരണവിരുദ്ധ വികാരവും അഴിമതി ആരോപണങ്ങളും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പോലീസിന്റെ നടപടികളും ഒന്നും തോൽവിക്ക് കാരണമേ അല്ലെന്നും അതൊക്കെ വെറും മാധ്യമ സൃഷ്ടിയും ചിലരുടെ വ്യാമോഹവും മാത്രമാണെന്നും പറയുമ്പോൾ അത് CPM-ന്റെ ആഭ്യന്തര ജനാധിപത്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന ഈ ഒരു ആരോപണങ്ങൾക്ക് അടിവരയിടുകയാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നേതൃമാറ്റത്തിന് വഴിമാറുന്ന ജനാധിപത്യ മര്യാദ പാർട്ടിക്ക് അന്യമാകുമ്പോൾ അത് സാധാരണക്കാരായ അണികളിൽ വലിയ നിരാശയ്ക്കും കാരണമാകുന്നുണ്ട്. MV ഗോവിന്ദന്റെ ഈ പ്രസ്താവനയെ തുടർന്ന് ചർച്ചകൾ കൊഴുക്കുമ്പോൾ സ്വാഭാവികമായും വിരൽ ചൂണ്ടുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലേക്കാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തോളമായി പാർട്ടിയിലും ഭരണത്തിലും എല്ലാ പ്രധാന തീരുമാനങ്ങളിലും നിയന്ത്രിക്കുന്നത് അദ്ദേഹമായിരുന്നല്ലോ. ഒരു വശത്ത് പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരും ആരോപിച്ചിരുന്നത് ഈ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തവും ശൈലിയുമാണ് പാർട്ടിയുടെ ജനപിന്തുണ ഇടിയാൻ കാരണമായതെന്നാണ്. അത് മറ്റൊരു സത്യമാണ്. അഴിമതി ആരോപണങ്ങളിലും വിവാദങ്ങളിലും കൃത്യമായ മറുപടി നൽകാത്തതും ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതും ഭരണവിരുദ്ധ വികാരത്തിന് ആക്കം കൂട്ടിയെന്നും താഴെത്തട്ടിലെ അണികൾ ആഗ്രഹിച്ച തിരുത്തൽ പ്രക്രിയയ്ക്ക് മുകളിൽ തടസ്സം നിൽക്കുന്നത് ഈ മുൻ മുഖ്യമന്ത്രിയുടെ ഈ കടുംപിടുത്തമാണെന്നും വിമർശകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇതിന് മറുവശത്ത് കൃത്യമായ പ്രതിരോധവുമായി പാർട്ടി കേന്ദ്രങ്ങളും പിണറായി വിജയനെ അനുകൂലിക്കുന്നവരും രംഗത്തുണ്ട്. പാർട്ടിയെയും പിണറായി വിജയനെയും വ്യക്തിപരമായി തകർക്കാൻ ലക്ഷ്യമിട്ട് മാധ്യമങ്ങളും മറ്റും നിരന്തരമായി നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളെയാണ് MV ഗോവിന്ദൻ തള്ളിക്കളഞ്ഞതെന്നാണ് അവരുടെ വാദം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെയും ഭരണത്തെയും ഒരേപോലെ മുന്നോട്ട് നയിക്കാൻ പിണറായി വിജയന്റെ ശക്തമായ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും കനത്ത തോൽവി നേരിട്ട ഈ സമയത്ത് നേതൃത്വത്തിൽ മാറ്റം വരുത്തുന്നത് പാർട്ടിക്കുള്ളിൽ കൂടുതൽ അസ്ഥിരതയും വിഭാഗീയതയും ഉണ്ടാക്കുമെന്നും അതുകൊണ്ടാണ് നേതൃത്വം പൂർണ്ണ ഐക്യത്തോടെ നിലകൊള്ളുന്നതുമെന്നും ഔദ്യോഗിക പക്ഷം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തങ്ങൾക്ക് പകരക്കാരായി ആരുമില്ലെന്ന് അഹങ്കരിച്ച വലിയ വലിയ സാമ്രാജ്യങ്ങളെയും ഏകാധിപത്യങ്ങളെയും ജനങ്ങൾ ജനാധിപത്യത്തിലൂടെ തിരുത്തി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളിയ ചരിത്രമാണ് ലോകത്തിനുള്ളത്.
നിങ്ങൾ സ്വയം മാറാൻ തയ്യാറായില്ലെങ്കിൽ കാലവും ജനങ്ങളും നിങ്ങളെ മാറ്റുമെന്ന യാഥാർത്ഥ്യം CPM ഓർക്കുന്നത് നന്നായിരിക്കും. അണികളുടെ കണ്ണിൽ പൊടിയിടാൻ ഇനിയും തെറ്റുതിരുത്തൽ നാടകവുമായി ഇറങ്ങിയാൽ വരും ദിവസങ്ങളിൽ പാർട്ടിക്കകത്ത് പുകയുന്ന ഈ അമർഷം ഒരു വലിയ അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കുമെന്നാണ്. അത് വലിയൊരു ആഭ്യന്തര കലഹങ്ങൾക്ക് വഴി തുറക്കുമെന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഇപ്പോൾ ശക്തമാണ്. CPMലെ ഈ ധാർഷ്ട്യത്തിന്റെ രാഷ്ട്രീയവും ഭരണ നേതൃത്വത്തെക്കുറിച്ചുള്ള ഭിന്നസ്വരങ്ങളും വരും ദിവസങ്ങളിൽ കേരളത്തിൽ എന്ത് ചലനങ്ങളാണ് ഉണ്ടാക്കുക എന്ന് കാത്തിരുന്നു തന്നെ കാണാം. എന്നാൽ ഈ വാദപ്രതിവാദങ്ങൾക്കെല്ലാം അപ്പുറം കൗതുകകരമായ മറ്റൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത് ഇനി അങ്ങോട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നതുവരെ ഈ പരസ്പരമുള്ള പഴിചാരലുകൾ ഇങ്ങനെ തുടർക്കഥയായി മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ്. നേതൃത്വം താഴെത്തട്ടിലുള്ള കമ്മിറ്റികളുടെ മേൽ കുറ്റം ചുമത്തുമ്പോൾ താഴെയുള്ളവർ നേതൃത്വത്തിന്റെ ശൈലിയെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. തെറ്റുകൾക്ക് ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതുകൊണ്ട് തന്നെ ഈ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കപ്പെടാതെ വരും വർഷങ്ങളിലും പാർട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കാനാണ് സാധ്യത. തങ്ങൾക്ക് പകരക്കാരനായി ആരുമില്ലെന്ന് അഹങ്കരിച്ച വലിയ വലിയ സാമ്രാജ്യങ്ങളെയും ഏകാധിപത്യങ്ങളെയും ജനങ്ങൾ ജനാധിപത്യത്തിലൂടെ തിരുത്തി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളിയ ചരിത്രമാണ് ലോകത്തിനുള്ളത്. ഇനി ഇവിടെയാണ് സാധാരണക്കാരായ പാർട്ടി അണികൾ ഏറ്റവും വലിയ കബളിപ്പിക്കലിന് ഇരയായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി കേരളത്തിലുടനീളമുള്ള ബ്രാഞ്ച് കമ്മിറ്റികളിലും ലോക്കൽ ജില്ലാ കമ്മിറ്റികളിലും സഖാക്കൾ മണിക്കൂറുകളോളം യോഗം ചേർന്നത് എന്തിനായിരുന്നു? തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്തെല്ലാമാണ് കണ്ടെത്താനും ജനങ്ങളിൽ നിന്ന് പാർട്ടി എങ്ങനെ അകന്നു എന്ന് വിലയിരുത്താനുമായിരുന്നു. ഭരണത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നയങ്ങളുമാണ് പാർട്ടിയെ തകർത്തതെന്ന് താഴെ തട്ടിലുള്ള കമ്മിറ്റികൾ ഒന്നടങ്കം റിപ്പോർട്ട് എഴുതി നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന പുറത്തു വന്നതോടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. ആ ചർച്ചകളും തിരുത്തൽ പ്രക്രിയകളും വെറുമൊരു നാടകം മാത്രമായിരുന്നു. തെറ്റുകൾ മുഴുവൻ സംഭവിച്ചത് താഴെ തട്ടിലുള്ളവർക്ക് മാത്രമാണെന്നും അവർ മാത്രം തിരുത്തിയാൽ മതിയെന്നുമാണ് മുകളിൽ നിന്നുള്ള കൽപ്പന. കോടികളുടെ അഴിമതി ആരോപണങ്ങളും ഭരണപരാജയങ്ങളും വരുത്തിവെച്ച മുകളിലിരിക്കുന്ന വലിയ നേതാക്കൾക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല. അവരിപ്പോഴും പൂർണ്ണ സുരക്ഷിതരാണ് എന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ ഒടുവിൽ തെളിയുന്നത്. പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട് പാവം അണികൾ മാത്രം ഇപ്പോൾ കുറ്റക്കാരായി മാറിയിരിക്കുന്നു എന്ന പരിഹാസമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ഒരു രാഷ്ട്രീയ സംഭവ വികാസത്തെ നമ്മൾ കേവലം ഒരു പ്രസ്താവനയായി മാത്രമല്ല കാണേണ്ടത്. ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആഭ്യന്തര ഘടനയിലും അതിന്റെ പ്രവർത്തന ശൈലിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ സൂചനയായി വേണം ഇതിനെ വിലയിരുത്താൻ. ഏതൊരു ജനാധിപത്യ സംഘടനയിലും ആശയവിനിമയം എന്നത് രണ്ട് വഴിക്കായിരിക്കണം. താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളും വിമർശനങ്ങളും മുകളിലിരിക്കുന്ന നേതൃത്വം കേൾക്കുകയും അതേസമയം മുകളിൽ നിന്നുള്ള തീരുമാനങ്ങൾ താഴെയുള്ളവർ നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് ആ സംഘടനയ്ക്ക് വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത്, അല്ലേ? പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമല്ല. എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ നിലപാടുകൾ പാർട്ടിക്കുള്ളിലെ സാധാരണക്കാരായ അണികളിലും വോട്ടർമാരിലും എങ്ങനെയുള്ള പ്രതികരണമാണ് ഉണ്ടാക്കുക എന്നത് വരും ദിവസങ്ങളിൽ കൃത്യമായി നിരീക്ഷിക്കേണ്ട ഒന്നാണ്. സംഘടനാപരമായ ഐക്യവും നേതൃത്വത്തിന്റെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഔദ്യോഗിക പക്ഷം ശ്രമിക്കുമ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് വിശ്വാസ്യത വീണ്ടെടുക്കണമെന്നാണ് മറുപക്ഷം ആഗ്രഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ അടുത്ത തിരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുമ്പോൾ ഈ രണ്ട് ചിന്താഗതികളും പാർട്ടി എങ്ങനെ ബാധിക്കുമെന്നും നിലവിലെ ഈ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുമോ അതോ നീറിപ്പുകഞ്ഞു നിൽക്കുമോ എന്ന് കാലം തെളിയിക്കും. രാഷ്ട്രീയത്തിലെ യഥാർത്ഥ തിരുത്തലുകൾ നിശ്ചയിക്കുന്നത് നേതാക്കളുടെ വാക്കുകളല്ല, മറിച്ച് ജനങ്ങളുടെ വോട്ടുകളാണെന്ന യാഥാർത്ഥ്യം കൂടി ഇവിടെ പ്രസക്തമാവുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.